ഹായ് ഓൾ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ കുറച്ച് ലെവൽസ് നോക്കുന്നത് ഒന്ന് ഈ ഒരു റേഞ്ചാണ്, പിന്നെ അതുപോലെ പ്രീവിയസ് ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ലോയും, പിന്നെ ഇതൊരു സോൺ ആക്കിയിട്ട് കൺസിഡർ ചെയ്യാം നമുക്ക്. ഓക്കെ, പിന്നെ ഹയർ ലെവൽസിൽ നമ്മൾ ഈ ഒരു ലെവൽ ഹവർലിയിൽ നമ്മൾ ഇത്രയും ലെവൽസാണ് നോക്കുന്നത്. നമുക്ക് 15 മിനിറ്റ്സിലൊന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ലെവൽസ് ഉണ്ടോ നോക്കാം. ഓക്കെ, 15 മിനിറ്റ്സിൽ നമുക്ക് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഈ ഒരു ലെവലിലാണ്. പിന്നെ നമുക്ക് ഈ ഒരു ലെവലും കൂടെ വാച്ച് ചെയ്യാം. ഓക്കെ, നമ്മളൊരു ട്രേഡ് പ്ലാൻ പറയുകയാണെങ്കിൽ മാർക്കറ്റ് ഇതിൻ്റെ ഉള്ളിലാണ് ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു പുട്ട് ഓപ്ഷൻ പ്ലാൻ ചെയ്യാം. ഓക്കെ, അതുപോലെ ഈ ഒരു റേഞ്ച് നല്ലൊരു ക്യാൻഡിൽ വന്ന് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബൈ സൈഡൊക്കെ ഒരു മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് പ്ലാൻ. ഓക്കെ, നമ്മൾ ഓപ്ഷൻ ചെയിൻ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബിയറിഷ് സെൻറ്റിമെൻറ്റിൽ തന്നെയാണ് മാർക്കറ്റ് സ്റ്റിൽ ഉള്ളത്. ഇന്നലെയൊക്കെ നമുക്ക് നല്ല ഫാൾ കിട്ടി. നിങ്ങൾ എത്ര പേര് ക്യാച്ച് ചെയ്തതെന്ന് അറിയില്ല. എല്ലാവരും നല്ല പ്രോഫിറ്റ് മേക്ക് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ഡേ കൂടെയാണ്. എന്തായാലും നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഓപ്പൺ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ മേ ബി ഒരു അപ്സൈഡ് മൊമെൻറ്റം നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യുമോ നോക്കാം. ഓക്കെ, ഇവിടുന്നൊക്കെ ബയേഴ്സ് ആക്റ്റീവായ ഒരു പോയിൻ്റാണ്. ഓൾമോസ്റ്റ് ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത്. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലെവലിനൊക്കെ കൺസിഡർ ചെയ്യാം. ഓക്കെ, എന്തായാലും വെയിറ്റ് ചെയ്യുക. ട്രേഡ് വരികയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഫസ്റ്റത്തെ എൻട്രി എടുത്തിട്ടുള്ളത് ഈ ഒരു ഏരിയയിൽ നിന്നാണ്. മാർക്കറ്റ് 5 മിനിറ്റ്സിൽ നോക്കി അറിയാൻ പറ്റും. ഈ ഒരു ലെവലൊന്ന് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ നല്ലൊരു പ്രൈസ് റിജക്ഷൻ കണ്ടപ്പോൾ നമ്മളൊരു പുട്ട് ഓപ്ഷനൊക്കെ ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് നോക്കാം എങ്ങനെ പെർഫോം ചെയ്യുന്നത് നോക്കാം. ഓക്കെ, മാർക്കറ്റ് ഉണ്ട് മോർണിംഗ് തൊട്ട് ഇവിടെ ഒന്ന് ബയേഴ്സ് ഒന്ന് ആക്റ്റീവായി, പക്ഷേ ഒന്ന് സസ്റ്റെയിൻ ചെയ്യാതെ റിവേഴ്സിൽ കാണിച്ചു. പിന്നെ ചെറിയൊരു പുൾ ബാക്ക് കിട്ടിയപ്പോഴാണ് നമ്മൾ എൻട്രി എടുത്തത് ഈ ഒരു റേഞ്ചിലൊക്കെ. ഓക്കെ, എന്തായാലും ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുന്നത് നോക്കാം നമുക്ക്. മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഒക്കെ മുകൾക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ലോസ് ബുക്ക് ചെയ്യാം. ഓക്കെ, എന്തായാലും കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം. മോർണിംഗത്തെ ട്രേഡാണ്. പിന്നെ അതുപോലെ ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ഡേ കൂടി അല്ലേ, കൂടുതൽ സമയം ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളിവിടെ ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡിലിൽ നമ്മൾ ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ചെറിയൊരു സെല്ലേഴ്സ് ആക്റ്റീവായ പോയിൻ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ ഒരു ക്യാൻഡിൽ പോയപ്പോൾ നമ്മൾ SL ഹിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കാണുകയാണെങ്കിൽ എഗൈൻ ഒരു എൻട്രി കൂടി നമുക്ക് പ്ലേസ് ചെയ്യാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നെറ്റ് പൊസിഷൻ നമ്മളൊരു 3000 റേഞ്ചിൽ ഇപ്പോൾ ലോസിലാണ്. ഓക്കെ, നമ്മൾ ആ സെയിം ഏരിയയിൽ ഒരു എൻട്രി കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, മാർക്കറ്റ് ഫൈനലി ഒരു ചെറിയൊരു റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അത് സസ്റ്റെയിൻ ചെയ്യാൻ നോക്കാം. ഇവിടെ നമ്മളൊരു ഫോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഗൈസ്, നമ്മൾ ഈ ഒരു ട്രേഡിന് എക്സിറ്റ് ചെയ്ത് മാറിയിട്ടുണ്ട്. വളരെ ക്വിക്കായിട്ടുള്ളൊരു ഫാൾ നമുക്ക് കിട്ടി. ഓക്കെ, ഞാൻ ഇന്നലത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ലൈവ് ട്രേഡിലെ മാർക്കറ്റിൽ ഇതുപോലത്തെ ചെറിയ സോണുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ അത് ചെറിയൊരു ടൈം ഫ്രെയിമിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു പെട്ടെന്നുള്ളൊരു മൊമെൻറ്റം കിട്ടാറുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ട്രേഡുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പെട്ടെന്ന് തന്നെ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം. ഓക്കെ, അതുപോലെ ലോസ് ആണെങ്കിൽ ലോസും ബുക്ക് ചെയ്യണം. നേരത്തെ നമ്മൾ 3000 ലോസിലായിരുന്നു. ഇപ്പോൾ നമ്മളത് റിക്കവർ ചെയ്തു. അതാണ് നമ്മൾ 1:2 എന്നുള്ളൊരു റിസ്ക് റിവാർഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ ലോസ് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, 223 നമ്മൾ ബൈ ആക്റ്റീവ് ആയിട്ടുള്ളത്. നമ്മൾ 380 വരെ നമ്മൾ റൺ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമുക്കൊരു 100 പോയിൻറ്റ്സോളം നമ്മളിതിൽ ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ ലോസ് ബുക്ക് ചെയ്ത ആ ഒരു ട്രേഡിൽ നമ്മൾ ഒരു 237 എന്നുള്ള റേഞ്ചിലാണ് നമ്മൾ ബൈ ആക്റ്റീവ് ആയിട്ടുള്ളത്. 197 നമ്മൾ സെല് ചെയ്തു. ഓൾമോസ്റ്റ് നമുക്കൊരു 40 to 50 റേഞ്ചിൻ്റെ ഉള്ളിൽ നമുക്ക് SL വന്നിട്ടുള്ളൂ. ഓക്കെ, അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തത് ഓൾമോസ്റ്റ് 100 പോയിൻറ്റ്സ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസിലി 2-3 ട്രേഡിൽ നമുക്ക് നമ്മളെ ലോസ് റിക്കവർ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ ഇന്നത്തെ ഡേ ഫുള്ള് ലോസ് ആണെങ്കിൽ കൂടെ നമുക്ക് നാളത്തെയോ അല്ലെങ്കിൽ മറ്റന്നത്തെ ഏതെങ്കിലും ഒരു ഡേ നമ്മൾ ഒരു ഡേ നെറ്റ് പ്രോഫിറ്റബിൾ ആണെന്നുണ്ടെങ്കിൽ 2 ദിവസത്തെ ലോസ് പോലും നമുക്ക് ആ ഒരു ദിവസത്തെ ട്രേഡിൽ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം നല്ല റിസ്ക് റിവാർഡ് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ,
ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് ഇവിടെ നിന്നുണ്ട് നമ്മൾ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുപോലെ മാർക്കറ്റ്, കാരണം ഇത് ചെറിയ ടൈം ഫ്രെയിമാണ്. 5 മിനിറ്റ്സിൽ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു റിക്കവറി ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ഓക്കെ, പ്രീമിയത്തിൻ്റെ ചാർട്ട് നോക്കണ്ടോ, ഇത്രയും വലിയൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടി, പക്ഷേ അതുപോലെ മാർക്കറ്റ് പ്രീമിയത്തിനും ഫോൾ വന്നു. അപ്പോൾ നമ്മൾ സ്കാൽപ്പ് ചെയ്യുമ്പോൾ എത്രയും പെട്ടെന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പ്രോഫിറ്റ് അതേപോലെ തന്നെ ലോസും ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇന്നലത്തെ സെയിം ട്രേഡ് നമുക്ക് ഇതുപോലത്തെ ഒരു റേഞ്ചിൽ നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇന്നലെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇന്നലത്തെ ഈ ഒരു റേഞ്ച് മാർക്ക് ചെയ്തത്. ഓക്കെ, വളരെ ചെറിയൊരു ടൈം ഫ്രെയിമിലാണ്, 10 മണി ടു 10:30 റേഞ്ചിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഇങ്ങനെ ഒരു റേഞ്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയത്. അതിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് കുറച്ച് സമയം ട്രേഡ് ചെയ്തു. എഗൈൻ ഇത് ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മൾ എൻട്രി എടുത്തു. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇന്നും വന്നിട്ടുള്ളത്. വളരെ ചെറിയൊരു റേഞ്ചാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത്. കണ്ടോ, ചെറിയൊരു ടൈം ഫ്രെയിമിലുള്ള റേഞ്ച്, ഓൾമോസ്റ്റ് ഒരു 9:30 ടു 9:45, ഓൾമോസ്റ്റ് ഒരു 15 മിനിറ്റിൻ്റെ ഒരു കൺസോൾട്ടേഷൻ. ഓക്കെ, അത് ബ്രേക്ക് ചെയ്തു, നമുക്കൊരു മൊമെൻറ്റം കിട്ടി, നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി സൈഡ് വേസ് മാർക്കറ്റ് ആണെങ്കിൽ കൂടെ നമുക്ക് കിട്ടും. ഓക്കെ, ആസ് എ സ്കാൽപ്പർ നമുക്ക് അങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. നമുക്ക് മിക്ക ദിവസവും ട്രേഡ് ഉണ്ടാവും, അത് മൾട്ടിപ്പിൾ എൻട്രീസ് ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു കാരണവശാലും ഓവർ ട്രേഡിലേക്ക് പോവുകയും ചെയ്യരുത്. ഗ്രീഡ് ആണെങ്കിലും ഫിയർ ആണെങ്കിലും രണ്ടും നമുക്ക് വർക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്തായാലും ഇനി വേറെ ട്രേഡ് ഒന്നും എടുക്കുന്നില്ല. നമുക്ക് മേ ബി ഓപ്പർച്യൂണിറ്റി വന്നേക്കാം. ഇന്നലെയും അതുപോലെ നമ്മൾ എക്സിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റികൾ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു, ഈ ഒരു റേഞ്ചൊക്കെ ബ്രേക്ക് ചെയ്തപ്പോൾ. പക്ഷേ നമ്മൾ ആ സമയത്ത് പുറത്തായിരുന്നു, ഇന്നലെ ട്രേഡ് പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നും സെയിം ആണ്, പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. നമുക്ക് 10 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടുണ്ട്. അതുപോലെ വേറൊരു കാര്യം, നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ട്രേഡ് മോർണിംഗിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. ഒരു 9:30 ടു 10:30 11 മണിൻ്റെ ഉള്ളിൽ ആ ഒരു മോർണിംഗ് സെഷനിൽ തന്നെ നിങ്ങൾ ട്രേഡ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് നല്ല മൊമെൻറ്റം ഇതുപോലെ ക്യാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ മൊമെൻറ്റം കിട്ടുന്നൊരു സമയമാണ് എക്സ്പയറി ഡേയിൽ, ഒരു 2 മണി ആ ഒരു സമയത്തിന് ശേഷം. ഓക്കെ, പക്ഷേ നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് നിൽക്കണം, കാരണം പ്രീമിയം ഡിക്ക് വെരി ഹൈ ആയിരിക്കും ഓപ്ഷൻ ബൈ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് നല്ല മൊമെൻറ്റം കിട്ടാറുണ്ട് മിക്ക ട്രേഡുകളിലും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, എന്തായാലും നമുക്ക് വേറൊരു സെഷനിൽ കാണാം. താങ്ക് യു.